നടി മഞ്ജു വാര്യർക്ക് ഒരു കിടിലൻ പിറന്നാൾ സമ്മാനം നൽകിയിരിക്കുകയാണ് തലൈവർ ചിത്രം വേട്ടയന്റെ അണിയറ പ്രവർത്തകർ. രജനീകാന്തിനോടൊപ്പം ആടിത്തിമിർക്കുന്ന മഞ്ജു വാര്യരുടെ ഡാൻസ് വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുന്നത്. അല്പം മുൻപാണ് വേട്ടയനിലെ മനസ്സിലായോ എന്ന ഗാനം പുറത്തു വന്നത്. ചിത്രത്തിലെ ഗാനം ഇന്ന് പുറത്തു വരുമെന്ന് കഴിഞ്ഞ ദിവസം അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. മണിക്കൂറുകൾക്ക് മുമ്പ് മഞ്ജു വാര്യരും രജനീകാന്തിനോടൊപ്പമുള്ള ഒരു ഫോട്ടോ പങ്കുവച്ചിരുന്നു. രജനീകാന്തിന്റെ ഗാനമാണല്ലോ എന്ന് ഓർത്തിരുന്ന പ്രേക്ഷകർക്ക് ഡബിൾ സർപ്രൈസ് നൽകി കിടിലൻ ഡാൻസ് നമ്പറാണ് മഞ്ജു വാര്യർ നൽകിയിരിക്കുന്നത്. കടും ചുവപ്പ് സാരിയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് തലൈവരോടൊപ്പം ചുവടുവെക്കുന്ന മഞ്ജു വാര്യരുടെ ഫോട്ടോസും വീഡിയോസുമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. ലിറിക്കൽ വീഡിയോ മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. വളരെ കുറച്ച് ഡാൻസ് പോർഷൻ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുതന്നെ ആരാധകർക്ക് ധാരാളമാണെന്നാണ് കമന്റുകൾ സൂചിപ്പിക്കുന്നത്. മഞ്ജു വാര്യരുടെ നൃത്ത ചുവടുകളെ പ്രശംസിച്ചുകൊണ്ടുള്ള നിരവധി കമന്റുകളാണ് യൂട്യൂബിൽ കാണാനാവുക. മലയാളികൾ അടിച്ചു കയറി വാ എന്ന നിരവധി കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ മലയാളി ആരാധകർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും എനർജിയിൽ മഞ്ജു വാര്യരെ വീണ്ടും കാണാനായതിന്റെ സന്തോഷം പങ്കുവെക്കുക കൂടിയാണ് ആരാധകർ. ഈ പാട്ടിന് മലയാളം ടച്ച് ഉണ്ടെന്ന പ്രത്യേകതയുമുണ്ട്. മനസ്സിലായോ എന്നാണ് ഗാനത്തിന്റെ വരികളിലുള്ളത്. യൂട്യൂബിൽ ഈ പാട്ടിന് പേര് നൽകിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. പാട്ടിന് സംഗീതം നൽകിയിരിക്കുന്നത് അനിരുദ്ധാണ്. രജനീകാന്തിനോടൊപ്പം ഗാനരംഗത്ത് അനിരുദ്ധും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. രജനീകാന്ത് സ്യൂട്ടിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ കസവും മുണ്ടും ഷർട്ടും ധരിച്ചാണ് അനിരുദ്ധ് എത്തിയിരിക്കുന്നത്. ഇരുവരും ചേർന്ന് ചുവട് വെക്കുന്നുമുണ്ട്. എന്തായാലും ഈ പാട്ട് അടുത്ത സൂപ്പർ ഹിറ്റ് ലിസ്റ്റിലേക്ക് എത്തുമെന്ന് ആരാധകർ ഉറപ്പിച്ചു കഴിഞ്ഞു. ഈ ഗാനത്തിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. 27 വർഷങ്ങൾക്ക് ശേഷം രജനീകാന്തിന് വേണ്ടി അന്തരിച്ച ഇതിഹാസ ഗായകനായ മലേഷ്യ വാസുദേവന്റെ ശബ്ദം തിരികെ കൊണ്ടുവന്നിരിക്കുക കൂടിയാണ് ഈ ഗാനത്തിലൂടെ. മലേഷ്യ വാസുദേവൻ അന്തരിച്ച് 13 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ഗാനം എത്തിയിരിക്കുന്നത് എന്ന സൂചനയാണ് പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിനൊപ്പം യുഗേന്ദ്രൻ വാസുദേവൻ, അനിരുദ്ധ്, ദീപ്തി സുരേഷ് എന്നിവരും ചേർന്നാണ് ഈ ഗാനം ആലപിച്ചിട്ടുള്ളത്. അടുത്തിടെ റിലീസായ വിജയ് ചിത്രം ഗോട്ടിൽ AI ഉപയോഗിച്ച് കഥാപാത്രങ്ങളെയും അന്തരിച്ച ഇളയരാജയുടെ മകൾ ഭവതാരിണിയുടെയും ശബ്ദത്തിൽ പാട്ടുകൾ എത്തിയിരുന്നു. അതേ രീതി തന്നെയായിരിക്കും ഈ ഗാനത്തിലും ഉപയോഗിച്ചത് എന്നാണ് സൂചന. എന്തായാലും തമിഴ് സിനിമയിൽ മഞ്ജു വാര്യരുടെ കരിയർ ഗ്രാഫ് കൂടുതൽ ഉയരാൻ പോകുന്നു എന്ന സൂചനയാണ് ഈ ഗാനം നൽകുന്നത്. കൊമേഴ്ഷ്യൽ ചിത്രങ്ങൾക്കൊപ്പം സഞ്ചരിക്കുമ്പോഴും വിടുതലൈ 2 പോലെയുള്ള സിനിമകളുടെ ഭാഗമാകാനും മഞ്ജു വാര്യർക്ക് സാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും അധികം പ്രശംസിക്കപ്പെടുന്നത്. അസുരൻ പോലെയുള്ള ചിത്രങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. ചിത്രത്തിൽ മലയാളികൾക്ക് അഭിമാനിക്കാൻ ഫഹദ് ഫാസിലും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട്. അമിതാഭ് ബച്ചൻ, തുഷാര വിജയൻ, കിഷോർ, ഋതിക സിംഗ്, GM സുന്ദർ, രോഹിണി, റാവോ രമേശ്, രമേശ് തിലക് തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ജയ് ഭീം എന്ന സൂര്യ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം സംവിധായകൻ ജ്ഞാനവേൽ ഒരുക്കുന്ന വമ്പൻ താരനിരയുള്ള ആക്ഷൻ എന്റർടൈനർ ആയിരിക്കും വേട്ടയൻ എന്നാണ് റിപ്പോർട്ട്. റിട്ടയർഡ് പോലീസ് ഓഫീസറുടെ വേഷത്തിലാണ് രജനീകാന്ത് ഈ സിനിമയിൽ എത്തുന്നത്. രജനീകാന്തിന്റെ 170-ാം ചിത്രമാണിത്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിക്കുന്ന വേട്ടയൻ ഒക്ടോബർ 10-ന് തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിലാണ് റിലീസ് ചെയ്യുക.